ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാനിത് കണ്ടോ, അടിപൊളി നെയ്യ് ഉണ്ടാക്കിയതാണ്. വീട്ടിൽ വാങ്ങുന്ന പാലിനകത്തെ പാൽപ്പാട എടുത്ത് വെച്ചിട്ട് തയ്യാറാക്കിയൊരു നെയ്യാണ് കേട്ടോ. ഞാൻ പാൽപ്പാട ഇതേപോലെ ചെറിയ ചെറിയ കണ്ടെയ്നറിലായിട്ട് എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കും, അങ്ങനെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത് കണ്ടോ, 3 കണ്ടെയ്നറിലായിട്ട് ഞാൻ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പാൽപ്പാടയാണ്. അപ്പോൾ നമ്മൾ പാൽപ്പാട എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നും പാല് വാങ്ങാറില്ല. പാല് വാങ്ങുന്ന സമയത്ത് ഞാൻ കാച്ചി ഇതേപോലെ അതിൻ്റെ പാൽപ്പാട വെട്ടി എടുത്ത് വെച്ചതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല കളറുമാണ് കേട്ടോ. നെയ്യുടെ നല്ലൊരു കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നെയ്യ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇതുവരെയും പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. എന്നാലും ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് തയ്യാറാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാൽപ്പാട ഒന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പാട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇതേപോലെ ഞാൻ പാൽപ്പാട ഇതേപോലെ കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല കളറുള്ള പാൽപ്പാടയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പാൽപ്പാട കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് വെച്ചായിരുന്നു. ആ വെള്ളം ഇതേപോലെ ഞാൻ ഈ പാൽപ്പാടയിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിതേപോലെ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെയാണ് തന്നെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. പക്ഷേങ്കിൽ എനിക്കത് ശരിയായെന്ന് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയാണ് പാൽപ്പാട വന്നിരിക്കുന്നത്. ആ പാൽപ്പാട ഞാനൊരു തണുത്ത വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ പാൽപ്പാട എന്ത് ചെയ്തെന്നറിയോ, ഞാൻ ഈ പാൽപ്പാട അതിനകത്തോട്ട് അടിച്ചു വെച്ച പാൽപ്പാട ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഐസൊക്കെ ഉണ്ടായിരുന്നു, ഐസ് ക്യൂബൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഐസ് ക്യൂബെല്ലാം കുറച്ചധികം തന്നെ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പാൽപ്പാടയും കൂടെ ഞാൻ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേ. പക്ഷേങ്കിൽ അത് സെറ്റായില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പാൽപ്പാട മൊത്തം ഒരു കടായിലേക്ക് ഞാനങ്ങ് ഇട്ട് കൊടുത്തു. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനത് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി കേട്ടോ. ചൂടാക്കിയപ്പോൾ ഇതേ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്, കണ്ടില്ലേ? നെയ്യൊക്കെ ഉരുകി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇളക്കിയപ്പോൾ തന്നെ ഇത് കണ്ടോ, നന്നായിട്ടെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താവുമെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് നെയ്യായിട്ട് കിട്ടുമോ ഇനി എങ്ങനെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഏതായാലും ഞാൻ ഇങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുവാണേ. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ അടിക്കുമ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി അവിടെ ഇവിടെ നമ്മുടെ കൈക്കകത്തും പാത്രത്തിനകത്തും എല്ലാം ഈ നെയ്യ് ഈ പാൽപ്പാട അങ്ങ് പിടിക്കും കേട്ടോ. പിടിക്കുമ്പോൾ അത് നമുക്ക് കഴുകി മാറ്റാനൊക്കെ ഭയങ്കര പണി തോന്നിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പലരുടെ വീഡിയോ കണ്ടപ്പോഴും ഉണ്ടല്ലോ, അവരിതേപോലെ മിക്സിക്കകത്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് അടിച്ച് വേറെ തണുത്ത പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെണ്ണ ഇങ്ങനെ നല്ല ഉരുട്ടിയെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേങ്കിൽ എനിക്കതാണ് അത്ര അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം എനിക്ക് ഇതെന്താവുമെന്നൊന്നും അറിയില്ല. നെയ്യ് കിട്ടുമോ അതോ ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അടിയിൽ ഏതാണ്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇങ്ങനെ പാല് പിരിഞ്ഞതുപോലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും ഞാനങ്ങ്
ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലേ ഇതെന്താവുമെന്നൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഇട്ട് ഇളക്കി കുറേ പ്രാവശ്യം നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഞാനിങ്ങനെ ഇളക്കി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ ഇതിങ്ങനെ തിളപ്പിച്ചിരിക്കുവാണേ. ഇതെന്താവുമെന്ന് അറിയത്തില്ല. ഏതായാലും ഞാനിത് ചെയ്യാനായിട്ട് മെനക്കെട്ടതല്ലേ, അപ്പം ഇച്ചിരി ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊക്കെ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അറിയാത്തവരും ചെയ്ത് പഠിക്കണമല്ലോ. ആ ഒരു മെത്തേഡിലാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ആരുടെയൊക്കെയോ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെയാണ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ എനിക്ക് സെറ്റായില്ല കേട്ടോ. എനിക്ക് സെറ്റായില്ല എന്ന് വെച്ചാൽ ഇത് അടിച്ചെടുത്തത് സെറ്റായില്ല, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ടോ കട്ടയായിട്ട് ഈ തൈരൊക്കെ കിടക്കുന്ന പോലെ കിടപ്പുണ്ട് കേട്ടോ. ഏതായാലും ഇതൊന്ന് ഉരുകി വരട്ടെ. ഏതായാലും മേളിലൊക്കെ കുറേശ്ശെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, കട്ട പോലെ ഇങ്ങനെ തൈര് പോലെ കിടപ്പുണ്ട് കേട്ടോ. പിരിഞ്ഞ തൈര് പോലെ കിടപ്പുണ്ട്. മേളിലിങ്ങനെ നെയ്യ് ഇങ്ങനെ ഉരുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. നല്ല കളറുള്ള നെയ്യാണ്. പക്ഷേങ്കിൽ മേളിലെ ആ കട്ടയും ഇതൊക്കെ ഇങ്ങനെ കക്കൻ പോലെ എന്തോ, ഞങ്ങളിതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനത്തിന് കക്കൻ എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അത് കളറ് മാറിയിട്ടൊന്നുമില്ല, അതിനും ഒരു വെള്ള കളർ പോലെയൊക്കെയാണ്. പക്ഷേങ്കിൽ അത് കുറച്ചും കൂടി ഒരു കളറൊക്കെ മാറി പിന്നെ ഒരു കുറച്ചിങ്ങനെ ഒരു ബ്രൗൺ കളറാവണം കേട്ടോ. എന്നാലാണ് അത് ശരിയായിട്ടിരിക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നെയ്യൊക്കെ നല്ലതാവുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ ഇതേ നെയ്യൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുണ്ടല്ലോ, നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു കപ്പ് വെച്ചിട്ടുണ്ട്, കപ്പിൻ്റെ പുറത്ത് ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്കിത് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കക്കനൊന്നും വീഴാതെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ മുഴുവൻ അരിച്ചൊഴിച്ച് കൊടുത്തു. അപ്പം നമുക്ക് ഏകദേശം 1 ലിറ്ററിനടുത്ത് നമുക്ക് നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കക്കൻ എന്ന് പറഞ്ഞ സാധനം അതും ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. അതിനകത്തൊന്നും നെയ്യ് കിട്ടും കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത്രയും നമുക്ക് ഒരു വലിയൊരു കപ്പ്, 1 ലിറ്ററിൻ്റെ കപ്പായത്. ഈ വലിയ കപ്പിന് നിറച്ച് നമുക്ക് പിന്നെ നല്ല ശുദ്ധമായ നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനൊരു കുപ്പിക്കകത്തോട്ട്, ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്, ആ കുപ്പിക്കകത്തോട്ട് ഞാൻ ഒഴിച്ച് വെക്കുവാണേ. നെയ്യൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത്രയും നെയ്യാണ് നമുക്ക് കിട്ടിയത്. ആ കുപ്പിക്ക് ഏകദേശം ഒരു 90% പിന്നെ നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അടച്ചു വെച്ചു. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം, നല്ല ശുദ്ധമായ നെയ്യാണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കൊടുക്കാനൊക്കെ നല്ല നെയ്യാണ് കേട്ടോ. അതുപോലെ കാപ്പിക്കകത്തൊക്കെ ഒഴിച്ച് നെയ്യ് കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ബ്രെഡ് പൊരിക്കാൻ, അതുപോലുള്ള നെയ്ച്ചോറുണ്ടാക്കാൻ അങ്ങനെയൊക്കെ നെയ്യ് ഉപയോഗിക്കും കേട്ടോ നല്ലോണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.